ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. ഞാൻ ഡോക്ടർ ദീപ ആർ പിള്ളൈ, കായംകുളം MSN കോളേജിലെ സുവോളജി ഡിപ്പാർട്ട്മെൻറ്റ് അധ്യാപികയാണ്. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു വിഭാഗത്തെയാണ്, ക്ലാസ് റെപ്റ്റീലിയ. ഇത് നമുക്കറിയാവുന്ന പല്ലി, പാമ്പ്, എക്സ്റ്റിൻ്റ് ആയിപ്പോയ ഡൈനോസേഴ്സ് എല്ലാം വരുന്ന വിഭാഗമാണ്. ജനറൽ ക്യാരക്ടേഴ്സ് ഓഫ് റെപ്റ്റൈൽസ് പോയിക്ലോതേംസ് ആണ്, അതായത് കോൾഡ് ബ്ലഡഡ് ആണ്. എൻവയോൺമെൻറ്റിനനുസരിച്ച് ടെമ്പറേച്ചർ മാറുന്ന വിഭാഗക്കാരാണ്. മോസ്റ്റ് ഓഫ് ദ മെമ്പേഴ്സ് ടെറസ്ട്രിയൽ ആണ്. അതുകൊണ്ട് തന്നെ ടെറസ്ട്രിയൽ മോഡ് ഓഫ് ലൈഫിന് വേണ്ടി അഡാപ്റ്റഡ് ആണ്. ഇവാപ്രേഷൻ വഴിയുള്ള വാട്ടർ ലോസ് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഇവരുടെ സ്കിന്നിൽ ഒത്തിരിയേറെ മോഡിഫിക്കേഷൻസ് ഉണ്ട്. ഇവരുടെ സ്കിന്ന് ഡ്രൈയും നോൺ ഗ്ലാൻഡുലാറുമാണ്. അതിനോടൊപ്പം തന്നെ സ്കിന്നിന് ഒരു എക്സോസ്കെലിറ്റൻ കൊടുത്തിട്ടുണ്ട്. എപ്പിഡേമൽ സ്ക്യൂട്ട്സ് അല്ലെങ്കിൽ സ്കെയിൽസ് കൊണ്ടുള്ള ഒരു എക്സോസ്കെലിറ്റൻ സ്കിന്നിലുണ്ട്. അതിൽ കെരാറ്റിൻ അടങ്ങിയിരിക്കുന്നു. ചില ലിസാർഡ്സിലും ക്രൊക്കഡൈൽസിലും എല്ലാം ഇതിന് പുറമെ ഈ എപ്പിഡേമൽ സ്കെയിൽസിന് അടിയിലായിട്ട് ഒരു ബോണി പ്ലേറ്റ്സ് കൊണ്ടുള്ള ഓസ്റ്റിയോഡേം എന്നുള്ള ഒരു ലെയർ കൂടെ ഉണ്ട്. പെൻഡാഡക്റ്റൈലാണ് ഇവരുടെ ഫോർ ലിംബും ഹൈൻ ലിംബും. അതായത് ഫോർ ലിംബിലും ഹൈൻ ലിംബിലും 5 ഫിംഗേഴ്സ് അല്ലെങ്കിൽ ഡിജിറ്റ്സ് കാണും, 5 വിരലുകൾ. അത് ക്ലോഡുമാണ്, നഖങ്ങൾ ഉണ്ടാവും. ഹാർട്ട് ഇംപെർഫെക്റ്റ്ലി 4 ചേമ്പേർഡ് ആണ്. 2 എട്രിയവും ഒരു ഇൻകംപ്ലീറ്റ്ലി ഡിവൈഡഡ് ആയിട്ടുള്ള വെൻട്രിക്കിളും ഉണ്ട്. ക്രൊക്കഡൈലിൽ മാത്രം 4 ചേമ്പേർഡ് ആയിരിക്കും ഹാർട്ട്, അവിടെ കംപ്ലീറ്റ്ലി ഡിവൈഡഡ് ആയിരിക്കും അവരുടെ വെൻട്രിക്കിൾ. ട്രങ്കസ് ആർട്ടീരിയോസിസ് എന്ന് പറയുന്ന ആർട്ടീരിയൽ ട്രങ്ക്, എംബ്രിയോണിക് ആർട്ടീരിയൽ ട്രങ്ക് മറ്റെല്ലാ വെർട്ടിബ്രേറ്റ്സിലും കാണപ്പെടുന്നുണ്ട്. പക്ഷേ ഇവർക്കത് ആബ്സെൻ്റ് ആയിരിക്കും. അതുപോലെ സിസ്റ്റമിക് ആർട്ടറിയും പൾമോണറി ട്രങ്ക്സും നേരിട്ട് തന്നെ വെൻട്രിക്കിളിൽ നിന്നായിരിക്കും എറൈസ് ചെയ്യുന്നത്. എൻഡോസ്കെലിറ്റൻ ഓഫ് റെപ്റ്റൈൽസ്. സ്കൾ ഈസ് മോണോകോണ്ടൈലിക്, അതായത് ഒരു ഓസിപെറ്റൽ കോണ്ടൈലേ കാണത്തുള്ളൂ. ഓസിപെറ്റൽ കോണ്ടൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്കളിൻ്റെ ബേസിൽ ഫസ്റ്റ് വെർട്ടിബ്രയുമായിട്ട് കണക്ട് ചെയ്യുന്ന ചെറിയ റൗണ്ട് ഷേപ്പിലുള്ള കുഴുവിനെയാണ് നമ്മൾ ഓക്സിപെറ്റൽ കോണ്ടൈൽ എന്ന് പറയുന്നത്. അതിൻ്റെ എണ്ണം 1 കാണത്തുള്ളൂ. അതുകൊണ്ട് സ്കൾ മോണോകോണ്ടൈലിക്. ടെമ്പറൽ ഫോസെ 1 പെയറായിട്ടോ 2 പെയറായിട്ടോ ആയിരിക്കും റെപ്റ്റൈൽസിൽ കാണപ്പെടുന്നത്. ചില റെപ്റ്റൈൽസിൽ ഈ ടെമ്പറൽ ഫോസെ ആബ്സെൻറ്റും ആയിരിക്കും. ടെമ്പറൽ ഫോസെ എന്ന് പറഞ്ഞാൽ സ്കളിൻ്റെ ടെമ്പറൽ റീജിയണിൽ കാണുന്ന ഡിപ്രഷൻസ് ആണ്, അല്ലെങ്കിൽ ഓപ്പണിങ്സ്, അല്ലെങ്കിൽ ഫെനിസ്ട്ര എന്നും പറയും. അപ്പോൾ ഈ ഡിപ്രഷൻസിൻ്റെ എണ്ണം ഒന്നുകിൽ 1 പെയറായിരിക്കും ചില വെർട്ടിബ്രേറ്റ്സിൽ, ചിലതിൽ അത് 2 പെയേഴ്സ് ആയിരിക്കും, ചിലതിൽ ഈ ടെമ്പറൽ ഫോസെ ആബ്സെൻറ്റും ആയിരിക്കും. അപ്പോൾ ഈ ടെമ്പറൽ ഫോസയുടെ എണ്ണത്തിനനുസരിച്ചായിരിക്കും ഇതിൻ്റെ ക്ലാസിഫിക്കേഷൻ, റെപ്റ്റൈൽസിനെ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. റെപ്റ്റൈൽസിൻ്റെ ലോവർ ജോയിൽ ഒരു ഹാഫിലായിട്ട് 6 ബോൺസ് കാണപ്പെടും. അതിൻ്റെ സ്റ്റെർണം വെൽ ഡെവലപ്ഡ് ആണ്, റിബ്സ് പ്രസൻ്റ് ആണ്. പക്ഷേ അബ്ഡോമിനൽ റിബ്സ് ട്രൂ റിബ്സ് അല്ല, അതിനെ ഗ്യാസ്ട്രില എന്നാണ് പറയുന്നത്. സ്റ്റെർണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രസ്റ്റ് ബോണാണ്, അതായത് റിബ് കേജിൻ്റെ ഫ്രണ്ട് ഭാഗത്തിൽ കാണുന്ന ഫ്ലാറ്റ് ബോൺ. റിബ്സ് ഉണ്ട്, പക്ഷേ അബ്ഡോമിനൽ റീജിയൺസിലെ റിബ്സ് ട്രൂ റിബ്സ് അല്ല, അതിനെ നമ്മൾ ഗ്യാസ്ട്രില എന്ന് പറയും. പെക്ടറൽ ഗേഡിൽ അതിനൊരു T ഷേപ്ഡ് ക്ലാവിക്കിളാണുള്ളത്. പെക്ടറൽ ഗേഡിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പർ ലിംബിനെ ആക്സിയൽ സ്കെലിറ്റനിലേക്ക് കണക്ട് ചെയ്യുന്ന ഗേഡിലാണ് പെക്ടറൽ ഗേഡിൽ. അതിൻ്റെ ഫ്രണ്ട് ഭാഗത്തായിട്ട് കാണുന്ന ഷോൾഡറിൻ്റെ ഫ്രണ്ട് ഭാഗത്തിൽ വരുന്ന ആൻറ്റീരിയർ സൈഡിൽ വരുന്ന ബോണിനെയാണ് നമ്മൾ ക്ലാവിക്കിൾ എന്ന് പറയുന്നത്. റെപ്റ്റൈൽസിൻ്റെ ക്ലാവിക്കിളിൻ്റെ ഷേപ്പ് എന്ന് പറഞ്ഞാൽ T ഷേപ്ഡ് ആയിരിക്കും. വെർട്ടിബ്രൽ കോളത്തിൽ സെർവിക്കൽ വെർട്ടിബ്രയുണ്ട്, തൊറാസിക്, ലംബാർ, സേക്രൽ ആൻഡ് കോഡൽ വെർട്ടിബ്രയുണ്ട്. വെർട്ടിബ്രയുടെ പ്രത്യേകത അത് പ്രോസീലസ് ആണ്. പ്രോസീലസ് എന്ന് പറയുമ്പം സെൻട്രത്തിൻ്റെ ആൻറ്റീരിയർ റീജിയൻ കോൺകേവും പോസ്റ്റീരിയർ എൻഡ് കോൺവെക്സുമാണ്. 2 സേക്രൽ വെർട്ടിബ്രയാണ് റെപ്റ്റൈൽസിന് ഉള്ളത്. ജേക്കബ്സൺ ഓർഗൻ അല്ലെങ്കിൽ വോമറോനേസൽ ഓർഗൻ സ്നേക്സിലും ലിസാർഡ്സിലും വെൽ ഡെവലപ്ഡ് ആണ്. ഇതൊരു ഓൾഫാക്ടറി സെൻസ് ഓർഗനാണ്, സ്മെല്ലൊക്കെ ഡിറ്റക്റ്റ് ചെയ്യാനായിട്ടുള്ള ഒരു ഓർഗനാണ്. റെപ്റ്റൈൽസിൻ്റെ ടീത്ത് ഹോമോഡോണ്ടും അക്രോഡോണ്ട് അല്ലെങ്കിൽ പ്ലൂറോഡോണ്ട്, അതുപോലെ പോളിഫയോഡോണ്ടുമാണ്. ഹോമോഡോണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ ടീത്തും ഫങ്ഷണലി ആൻഡ് അനാറ്റമിക്കലി ഒരുപോലെ ഇരിക്കും. അക്രോഡോണ്ട് അല്ലെങ്കിൽ പ്ലൂറോഡോണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീത്ത് ജോ ബോണിലേക്ക് ഡയറക്റ്റായിട്ട് അങ്ങ് അറ്റാച്ച്ഡ് ആണ്, അവിടെ സോക്കറ്റ്സ് ഇല്ല, ഊനുകളില്ല. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പല്ല് പറഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ പല്ല് പറഞ്ഞു പോകുന്നതിനനുസരിച്ച് പല്ലിനെ
റീപ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. പുതിയ പല്ലുകൾ കിളിച്ച് വരും. ആ ഒരു കണ്ടീഷനെയാണ് പോളിഫയോഡോണ്ട് എന്ന് പറയുന്നത്. ടീത്ത് ആർ കണ്ടിന്യൂസ്ലി റീപ്ലേസ്ഡ് സെവറൽ ടൈംസ്. 12 പെയേഴ്സ് ഓഫ് ക്രേനിയൽ നെർവ്സ് ആണ് സാധാരണ റെപ്റ്റൈൽസിലുള്ളത്. എന്നാൽ സ്നേക്സിൽ മാത്രം 10 പെയറേ കാണപ്പെടുന്നുള്ളൂ. ക്രേനിയൽ നെർവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിനിൽ നിന്നും ഡയറക്റ്റ്ലി എമേർജ് ചെയ്യുന്ന നെർവ്സിനെയാണ് ക്രേനിയൽ നെർവ്സ് എന്ന് പറയുന്നത്. എക്സ്ക്രീഷൻ ഓഫ് റെപ്റ്റൈൽസ്. കിഡ്നി മെറ്റാനെഫ്രിക് ആണ്. അതുപോലെ നൈട്രോജിനസ് വേസ്റ്റ് ടെറസ്ട്രിയൽ ഫോംസിൽ യൂറിക് ആസിഡായിട്ടാണ് എക്സ്ക്രീറ്റ് ചെയ്യുന്നത്. എന്നാൽ അക്വാട്ടിക് ഫോംസിൽ യൂറിയയും അമോണിയയായിട്ടായിരിക്കും നൈട്രോജിനസ് വേസ്റ്റ് എക്സ്ക്രീറ്റ് ചെയ്യപ്പെടുന്നത്. ക്ലോയാക്കയ്ക്ക് 3 റീജിയൻസ് ഉണ്ട്. ആൻറ്റീരിയർ കോപ്രോഡിയം, മിഡിൽ യൂറോഡിയം ആൻഡ് പോസ്റ്റീരിയർ പ്രോക്ടോഡിയം. കോപ്രോഡിയത്തിലേക്കാണ് ഏനസ് ഉള്ളത്, അല്ലെങ്കിൽ കോപ്രോഡിയത്തിൽ ഏനസ് ഉണ്ട്. യൂറിനറി ആൻഡ് റീപ്രൊഡക്റ്റീവ് ഡക്റ്റ് ഓപ്പൺ ചെയ്യുന്നത് യൂറോഡിയത്തിലാണ്. പ്രോട്ടോഡിയം ഓപ്പൺ ഔട്ട് ബൈ ക്ലോയാക്കൽ അപ്പർച്ചർ. റീപ്രൊഡക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് റെപ്റ്റൈൽസ്. മെയിൽ റെപ്റ്റൈൽസിൽ കോപ്പുലേറ്ററി ഓർഗൻ ഉണ്ട്. എന്നാൽ സ്പീനോഡോണിൽ കോപ്പുലേറ്ററി ഓർഗൻ ആബ്സെൻ്റ് ആണ്. ഫെർട്ടിലൈസേഷൻ ഇൻറ്റേർണലാണ്. ഫീമെയിലിൻ്റെ റീപ്രൊഡക്റ്റീവ് ട്രാക്റ്റിലാണ് ഫെർട്ടിലൈസേഷൻ നടക്കുന്നത്. ഡെവലപ്മെൻറ്റ് ഡയറക്റ്റ് ആണ്, അതായത് ലാർവൽ സ്റ്റേജസ് കാണപ്പെടുന്നില്ല. റെപ്റ്റൈൽസ് ഒവിപാരസ് ആണ്, എഗ് ലേയിങ് ആണ്. എഗ് എന്ന് പറയുന്നത് മെഗാലെസീത്താൽ അല്ലെങ്കിൽ മാക്രോലെസീത്താലാണ്, അതായത് എഗ്ഗ് ഹെവിലി യോക്ക്ഡ് ആണ്. അതുപോലെ തന്നെ എഗ്ഗ് ഷെൽഡും ആണ്. അതിനെ നമ്മൾ ക്ലീഡോയിക് എഗ് എന്നാണ് പറയുന്നത്. എംബ്രിയോണിക് ഡെവലപ്മെൻറ്റിൽ ക്ലീവേജ് മീറോബ്ലാസ്റ്റിക് ആണ്, അതായത് ഇൻകംപ്ലീറ്റ് ക്ലീവേജ്. ഹെവിലി യോക്ക്ഡ് എഗ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ യോക്കുള്ള പോർഷനിൽ എഗ്ഗ് ഡിവൈഡ് ചെയ്യത്തില്ല. എഗ്ഗിൻ്റെ ഡിവിഷൻ ഒരു ഭാഗത്തേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്നു. അതിനെ നമ്മൾ മീറോബ്ലാസ്റ്റിക് ക്ലീവേജ് എന്ന് പറയുന്നത്. റെപ്റ്റൈൽസ് അമ്നിയോട്സ് ആണ്. എംബ്രിയോ ഫ്ലൂയിഡ് ഫിൽഡ് ബാഗിൽ എൻക്ലോസ്ഡ് ആയിരിക്കും. അതിനെയാണ് നമ്മൾ അമ്നിയോട്സ് എന്ന് പറയുന്നത്. എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിൻ ഡെവലപ്മെൻറ്റ് സ്റ്റേജസിലുണ്ട്. എക്സ്ട്രാ എംബ്രിയോണിക് മെംബ്രെയിനായിട്ടുള്ള അമ്നിയോൺ, അലൻഡോയിസ്, യോക്സാക് ആൻഡ് കോറിയോൺ ഡെവലപ്മെൻറ്റിൽ ഉണ്ട്. ക്ലാസിഫിക്കേഷൻ ഓഫ് റെപ്റ്റൈൽസ്. റെപ്റ്റൈൽസ് ആർ ഡിവൈഡഡ് ഇൻറ്റു 4 സബ് ക്ലാസസ് ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് ദ സ്കൾ. സ്കള്ളിൻ്റെ അറേഞ്ച്മെൻ്റ് അനുസരിച്ച് റെപ്റ്റൈൽസിനെ നമ്മൾ 4 സബ് ക്ലാസസ് ആയിട്ട് ഡിവൈഡ് ചെയ്തേക്കുന്നു. സബ് ക്ലാസ് അനാപ്സിഡ, സബ് ക്ലാസ് സിനാപ്സിഡ, സബ് ക്ലാസ് പാരാപ്സിഡ ആൻഡ് സബ് ക്ലാസ് ഡയാപ്സിഡ. ഫസ്റ്റ് സബ് ക്ലാസ് എന്ന് പറയുന്നത് സബ് ക്ലാസ് അനാപ്സിഡയാണ്. അനാപ്സിഡ എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ആർച്ച് എന്നാണ് അർത്ഥം. ഇവരുടെ പ്രത്യേകത, ഇവരുടെ സ്കള്ള് സോളിഡ് ആയിരിക്കും. അവിടെ നമ്മൾ നേരത്തെ പറഞ്ഞ ടെമ്പറൽ ഫോസി അല്ലെങ്കിൽ ഓപ്പണിംഗ് അല്ലെങ്കിൽ ഫെനിസ്ട്ര അത് ആബ്സെൻ്റ് ആണ്. ടെമ്പറൽ ഫോസ എന്ന് പറഞ്ഞാൽ ടെമ്പറൽ റീജിയണിൽ കാണപ്പെടുന്ന ഡിപ്രഷനെയാണ് ടെമ്പറൽ ഫോസ എന്ന് പറഞ്ഞാൽ. ടെമ്പിൾ റീജിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെഡിൻ്റെ സൈഡിലായിട്ട് ഐ സോക്കറ്റിന് പിറകിലായിട്ട് വരുന്ന റീജിയനാണ് ഈ ടെമ്പറൽ ഏരിയ എന്ന് പറയുന്നത്. അവിടെ കുഴിവുകളുണ്ടെങ്കിൽ അതിനെ നമ്മൾ ടെമ്പറൽ ഫോസ പ്രസൻ്റ് എന്ന് പറയും. അപ്പോൾ ടെമ്പറൽ ഫോസ ഇല്ലാത്ത ആൾക്കാരാണ് അനാപ്സിഡ എന്ന് പറയുന്നത്. ഈ ഫിഗറിൽ നോക്കിയാൽ അറിയാം, ഐ സോക്കറ്റ് കാണാം നിങ്ങൾക്ക്. ഐ സോക്കറ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ പിറകിൽ യാതൊരു ഡിപ്രഷൻസും കാണപ്പെടുന്നില്ല. അപ്പോൾ ഡിപ്രഷൻസ് ഇല്ലാത്ത, ഓപ്പണിങ്സ് ഇല്ലാത്ത വിഭാഗക്കാരാണ് അനാപ്സിഡ. അവരുടെ സ്കൾ അതുകൊണ്ട് സോളിഡാണ്. ഈ വിഭാഗക്കാരെല്ലാം പ്രിമിറ്റീവ് റെപ്റ്റൈൽസ് ആണ്. ഈ സബ് ക്ലാസ്സിനെ നമ്മൾ 2 ഓർഡേഴ്സായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓർഡർ കോട്ടിലോസൗറിയ ആൻഡ് ഓർഡർ കീലോണിയ. കോട്ടിലോസൗറിയയിൽ വരുന്ന എല്ലാം സ്റ്റെം റെപ്റ്റൈൽസ് ആയിരുന്നു. അവരിൽ നിന്നാണ് ബാക്കി റെപ്റ്റൈൽസ് എല്ലാം എറൈസ് ചെയ്തതെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അതിനെ സ്റ്റെം റെപ്റ്റൈൽസ് എന്ന് വിളിക്കുന്നത്. അതെല്ലാം തന്നെ എക്സ്റ്റിൻറ്റ് റെപ്റ്റൈൽസ് ആണ്. ഇപ്പോൾ അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് ആരും ഭൂമിയിലില്ല. അടുത്തത് കീലോണിയാണ്, സെക്കൻഡ് ഓർഡർ കീലോണിയ. അതിലാണ് നമ്മുടെ കീലോൺ മിഡാസ്, മെറൈൻ ടർട്ടിലൊക്കെ വരുന്നത്. ഓർഡർ കീലോണിയ. ഫീച്ചേഴ്സ്: ബോഡി ഈസ് ഓവൽ ഓർ ബ്രോഡ്. ടോർട്ടോയ്സിൻ്റെയും ടർട്ടിലിൻ്റെയൊക്കെ ബോഡി ഓവൽ ഷേപ്ഡ് ആണ്, നല്ല ബ്രോഡുമാണ്. ഈ ബോഡി ഒരു റിജിഡ് ഷെല്ലിൽ എൻക്ലോസ്ഡ് ആണ്. ആ ഷെല്ലിൻ്റെ ഡോഴ്സൽ സർഫസിൽ ഉള്ള പാർട്ടിനെ നമ്മൾ ഡോഴ്സൽ ക്യാരപ്പേസ് എന്നും വെൻട്രൽ സർഫസിനെ നമ്മൾ പ്ലാസ്റ്റൺ എന്നുമാണ് പറയുന്നത്. ക്യാരപ്പേസിലേക്ക് വെർട്ടിബ്രയുടെ സെൻട്രത്തിൽ നിന്നുമുള്ള ന്യൂറൽ ആർച്ചസും അതുപോലെ റിബ്സും ഫ്യൂസ്ഡ് ആണ്. പ്ലാസ്റ്റണിലേക്ക് ഗ്യാസ്ട്രിലെ അബ്ഡോമിനൽ റിബ്സ് ആണ്. ഗ്യാസ്ട്രിലെയും ക്ലാവിക്കിൾസും ഫ്യൂസ്ഡ് ആണ്. ലാൻഡ് ഫോംസിൽ
അതായത് ടോർട്ടോയിസിലുമൊക്കെ പെൻറ്റാഡക്റ്റൈൽ ലിംസ് ക്ലോഡാണ്. അക്വാട്ടിക് ഫോംസിൽ ടർട്ടിൽസിലൊക്കെ ഈ പെൻറ്റാഡക്റ്റൈൽ ലിംബുകൾ ഇറ്റ് ഈസ് മോഡിഫൈഡ് ആസ് പാഡിൽസ് ഓർ ലൈക്ക് സ്ട്രക്ചേഴ്സ് ഫോർ സ്വിമ്മിങ്. അതായത് തുഴ പോലെയുള്ള സ്ട്രക്ചേഴ്സ് സ്വിമ്മിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ മോഡിഫൈഡ് ആയിരിക്കും ലിംസ്. സ്റ്റെർണോ ആബ്സെൻ്റ് ആണ്. റിബ് അതിന് ക്യാപിറ്റുലും ഉണ്ട്, പക്ഷേ ട്യൂബർക്കുലം ആബ്സെൻ്റ് ആണ്. റിബ്സിൽ ക്യാപിറ്റുലം എന്ന് പറഞ്ഞാൽ റിബിൻ്റെ ഹെഡ് സെൻട്രോവായിട്ട് അറ്റാച്ച് ചെയ്യുന്ന പോർഷൻ ക്യാപിറ്റുലം, അത് പ്രസൻ്റ് ആണ്. റിബിൻ്റെ പാർട്ട് ട്രാൻസ്വേഴ്സ് പ്രോസസ്സുമായിട്ട്, അതായത് സെൻട്രത്തിൽ നിന്ന് വരുന്ന ട്രാൻസ്വേഴ്സ് പ്രോസസ്സുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഭാഗത്തിനെയാണ് നമ്മൾ ട്യൂബർക്കുലം എന്ന് പറയുന്നത്. ആ പാർട്ട്, അതായത് ട്യൂബർക്കുലം ആബ്സെൻ്റ് ആയിരിക്കും. റിബ്സിന് ക്യാപിറ്റുലും ഉണ്ട്, ട്യൂബർക്കുലം ആബ്സെൻ്റ് ആണ്. ടീത്ത് ആബ്സെൻ്റ് ആണ്, അതുകൊണ്ട് നമ്മൾ എഡൻറ്റേറ്റ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ അപ്പർ ആൻഡ് ലോവർ ജോയെ കവർ ചെയ്തൊരു ഹോണി ഷീത്ത് ഉണ്ട്. കുറച്ച് ഹാർഡായിട്ടുള്ള ഒരു സർഫസാണ് ഈ ഹോണി ഷീത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ആഹാരം ചവച്ച് ഇറക്കാനായിട്ട് സഹായിക്കുന്നു. സിസ്റ്റമിക് ആൻഡ് പൾമോണറി ആർച്ച് അവ തമ്മിൽ കണക്ട് ചെയ്യാനായിട്ട് സ്മോൾ ബ്ലഡ് വെസൽസ് ഉണ്ട്. അതിനെ നമ്മൾ ഡക്ടസ് ബൊട്ടാലി എന്നാണ് പറയുന്നത്. ഡക്ടസ് ബൊട്ടാലി. ഒരു നേസൽ ഓപ്പണിങ്ങേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ അക്വാട്ടിക് ടർട്ടിൽസിലൊക്കെ റെസ്പിറേറ്ററി ഓർഗനായിട്ട് ക്ലോയാക്ക ആക്ട് ചെയ്യുന്നു. വാസ്കുലാർ ക്ലോയാക്ക. ക്ലോയാക്കയുടെ റീജിയൻ നിറച്ച് ബ്ലഡ് വെസൽസ് കാണും. അപ്പോൾ അവർക്ക് ഗേഷ്യസ് എക്സ്ചേഞ്ചിനുള്ള കഴിവുണ്ട്. ഓർഡർ കീലോണിയയിൽ വരുന്ന എക്സാമ്പിൾസാണ് കീലോണും ടോർട്ടോയിസും. കീലോൺ മിഡാസ് മെറൈൻ ടർട്ടിലാണ്. ഗ്രീൻ സീർ ടർട്ടിൽ അല്ലെങ്കിൽ സൂപ്പ് ടർട്ടിൽ എന്ന് പറയും. ഇതിൽ ഗ്രീൻ ഫാറ്റ് ഉണ്ട്. എഡിബിൾ ടർട്ടിലാണ്. ഇന്ത്യൻ ഓഷനിലും പസഫിക് ഓഷനിലും അറ്റ്ലാന്റിക് ഓഷനിലും ഒക്കെ കാണപ്പെടുന്ന ഒലീവ് ഗ്രീൻ അല്ലെങ്കിൽ ബ്രൗൺ കളേർഡായിട്ടുള്ള ടർട്ടിലാണ്. റിജിഡ് ഷെല്ലുണ്ടെന്ന് പറഞ്ഞു. ഷെല്ലിൻ്റെ ഡോഴ്സൽ സർഫസിനെ കാരപ്പേസ് എന്നാണ് പറയുന്നത്. നിങ്ങൾ ആ ഫിഗർ ഒന്ന് നോക്കി. കാരപ്പേസ് ഹാർട്ട് ഷേപ്ഡാണ്. കാരപ്പേസിന് നമുക്ക് മെയിനായിട്ട് 2 റീജിയൺസ് പറയാം. ഔട്ടറിൽ കുറേയേറെ ഷീൽഡുണ്ട്. അതിനെ നമ്മൾ മാർജിനൽ ഷീൽഡ് എന്നാണ് പറയുന്നത്. ഔട്ടർ റീജിയൺസിൽ അടുക്കി വെച്ചേക്കുന്ന ഷീൽഡ് അത് ഏകദേശം 25 എണ്ണത്തോളം ഉണ്ട്. അതിൻ്റെ ഇന്നറിനായിട്ട് ഉള്ള ഷീൽഡിൽ, ആ ഇന്നർ ഷീൽഡിൽ തന്നെ 2 പാർട്ടുണ്ട്. ഇന്നർ ഷീൽഡിൻ്റെ വെളിയിലായിട്ട് വലിയ 4 കോസ്റ്റൽ ഷീൽഡ് മാർക്ക് ചെയ്തേക്കുന്നുണ്ടോ, അത് 4 എണ്ണം അപ്പുറത്തെ സൈഡിലും ഉണ്ട്. അപ്പോൾ 4 പെയേഴ്സ് ഓഫ് കോസ്റ്റൽ ഷീൽഡാണ് ഉള്ളത്. കോസ്റ്റൽ ഷീൽഡിൻ്റെ പ്രത്യേകത അത് ഓവർലാപ്പ് ചെയ്യുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കയറി കിടക്കുന്നില്ല. അതിൻ്റെ നടുഭാഗത്ത് 2 സൈഡിലെയും കോസ്റ്റൽ ഷീൽഡിൻ്റെ നടുഭാഗത്തായിട്ട് വരുന്ന 5 ഷീൽഡുണ്ട്. അതിനെ നമ്മൾ വെർട്ടിബ്രൽസ് എന്നാണ് പറയുന്നത്. ഇപ്പോൾ കാരപ്പേസിൽ ഔട്ടർ 25 മാർജിനൽ ഷീൽഡ് ആൻഡ് ഇന്നർ 4 പെയേഴ്സ് ഓഫ് കോസ്റ്റൽ ഷീൽഡ് ആൻഡ് എ സെൻട്രൽ വെർട്ടിബ്രൽ റീജിയൺ കൺസിസ്റ്റ് ഓഫ് 5 ഷീൽഡ്. ഇനി ഈ ഷെല്ലിൻ്റെ വെൻട്രൽ സൈഡിനെ നമ്മൾ പ്ലാസ്ട്രൻ എന്നാണ് പറയുന്നത്. പ്ലാസ്ട്രനും കാരപ്പേസുമായിട്ട് ലിഗമെൻസ് വഴിയാണ് കണക്റ്റഡ്. ഹെഡിൻ്റെ റീജിയണിൽ നോക്കി കണ്ടോ, മാർക്ക് ചെയ്തേക്കുന്നത് 2 പ്രീഫ്രണ്ടൽ ഷീൽഡുണ്ട്. എ പെയർ ഓഫ് പ്രീഫ്രണ്ടൽ ഷീൽഡ് ഓൺ ദ ഹെഡ്. ഹെഡിൻ്റെ പ്രത്യേകത സ്മോളാണ്. നെക്കും ഷോർട്ടാണ്, ടെയിലും ഷോർട്ടാണ്. ഹെഡും നെക്കും പാർഷ്യലി റിട്രാക്റ്റബിൾ ഇൻ ടു ദ ഷെൽ. ഷെല്ലിനകത്തേക്ക് കുറച്ച് അതിന് റിട്രാക്റ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റും. ഇനി ഇതിൻ്റെ ലിംസ് കണ്ടല്ലോ, 4 ലിംബും ഹൈൻ ലിംബും. ലിംസ് പെൻറ്റാഡക്റ്റൈൽ അല്ല, പാഡിൽഡാണ്, ഓർ ഷേപ്ഡാണ്. മെറൈൻ ഓർഗാനിസമാണ്. അപ്പോൾ സ്വിം ചെയ്തേ ഒക്കത്തുള്ളൂ. അപ്പോൾ സ്വിം ചെയ്യുന്ന ആ ഒരു മോഡിഫിക്കേഷൻ എന്നോണം 4 ലിംബും ഹൈൻ ലിംബും പാഡിൽഡാണ് അല്ലെങ്കിൽ ഓർ ഷേപ്ഡാണ്. 4 ലിംബിൽ ഒരു ക്ലോ കൊടുത്തിട്ടുണ്ട്. ഓൺലി 1 ക്ലോ ഇൻ ദ 4 ലിംബ്. സ്കള്ളും ഷെല്ലും എല്ലാം ലൈറ്റാണ്, പോറസാണ്. വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു അഡാപ്റ്റേഷനാണ്. ലങ്സ് ഉണ്ട്. ലങ്സാണ് റെസ്പിറേറ്ററി ഓർഗൻ. ലങ്സിൽ എയർ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് ന്യൂമറസ് കമ്പാർട്ട്മെൻറ്റ്സ് ഉണ്ട്. ഫീമെയിൽ ഗ്രീൻ ടർട്ടിൽ മുട്ടയിടുന്നത് കടൽ തീരത്താണ്. അപ്പോൾ കടൽ തീരത്തേക്ക് വന്നിട്ട് കുഴി ഉണ്ടാക്കി ആ കുഴിക്കകത്ത് ഏകദേശം 350 തൊട്ട് 600 മുട്ട ഇട്ടിട്ട് മണ്ണുകൊണ്ട് മൂടി അവ തിരിച്ചു പോകും. മുട്ട വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ നേരെ കടലിലേക്ക് ഇറങ്ങിപ്പോകും. ഗ്രീൻ ടർട്ടിലിൻ്റെ പ്രത്യേകത ലോങ് ലിവിങ് ആണ്. ഏകദേശം 150ഓളം വർഷം ജീവിക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ മൈഗ്രേറ്ററി ആണ്, ലോങ് ഡിസ്റ്റൻസ് മൂവ് ചെയ്യാനുള്ള കഴിവുമുണ്ട്. ഹെർബിവോറസ് ആണ്. മെറൈൻ ആൽഗയും സീഗ്രാസിനെയൊക്കെയാണ് കഴിക്കുന്നത്. പിന്നെ കടലിൽ നിന്നും കരയിലേക്ക് ഇറങ്ങി വന്ന് മുട്ടയിടുന്നത് കൊണ്ട് തന്നെ ത്രെറ്റൻഡ് സ്പീഷീസാണ്. മനുഷ്യൻ മാസമായിട്ട് തന്നെ കൊന്നൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് കൺസർവേഷൻ വേണ്ട ഒരു സ്പീഷീസാണ് കീലോൺ മിഡാസ്.
ഈ ഡയഗ്രാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് അതിൻ്റെ പ്ലാസ്റ്റർ കാണാൻ പറ്റും. അതുപോലെ ഹെഡിൻ്റെ ഡോഴ്സൽ വ്യൂവും കാണാം. സബ് ക്ലാസ് പരാപ്സിഡ. പരാപ്സിഡയുടെ പ്രത്യേകത ഒരു പെയർ ടെമ്പറൽ ഫോസയുണ്ട്. അതിനെ നമ്മൾ സൂപ്രാ ടെമ്പറൽ ഫോസ എന്നാണ് പറയുന്നത്. സൂപ്രാ ടെമ്പറൽ ഫോസെ സ്കള്ളിൻ്റെ മുകൾ ഭാഗത്തായിട്ട് പരേറ്റൽസിനോട് ചേർന്നാണ് ഇരിക്കുന്നത്. സൂപ്രാ ടെമ്പറൽ ഫോസയുടെ ലോവർ സൈഡിലായിട്ട് പോസ്റ്റ് ഫ്രണ്ടിലും സൂപ്രാ ടെമ്പറൽ ബോൺസും ആണുള്ളത്. അക്വാട്ടിക് ആയിട്ടുള്ള റെപ്റ്റൈൽസിലാണ് ഇത്തരത്തിലുള്ള ഒരു സ്കള്ള് കാണപ്പെടുന്നത്. ഈ വിഭാഗത്തിൽ 2 ഗ്രൂപ്പാണ് വരുന്നത്, ഇക്തിയോസൗറസും പ്ലിസിയോസൗറസും. 2 വിഭാഗക്കാരും എക്സ്റ്റിൻ്റ് ആയ റെപ്റ്റൈൽസാണ്. അവർ ക്രെട്ടേഷ്യസ് പീരീഡിൻ്റെ എൻഡിൽ ഡൈനോസേഴ്സൊക്കെ എക്സ്റ്റിൻ്റ് ആയ അതേ സമയത്ത് എക്സ്റ്റിൻ്റ് ആയ റെപ്റ്റൈൽസാണ്. ഫിഗർ നോക്കിയേ, നിങ്ങൾക്കതിൽ സൂപ്രാ ടെമ്പറൽ ഫോസയെ കാണാം. സ്കള്ളിൻ്റെ റൂഫിൽ ഐ സോക്കറ്റിൻ്റെ കുറച്ച് മുകളിലായിട്ട് കാണാൻ പറ്റും. അതിൻ്റെ മുകളിലുള്ള ബോണാണ് പരേറ്റൽസ്. 2 സൈഡിൽ ലോവർ സൈഡിലായിട്ട് പോസ്റ്റ് ഫ്രണ്ടലും സൂപ്രാ ടെമ്പറൽസും കാണാം. ഇക്തിയോസോസ് ഓർ ഫിഷ് ലിസാഡ് എക്സ്റ്റിൻ്റ് ആയിട്ടുള്ള മെറൈൻ റെപ്റ്റൈലാണ്. ഇതിനെ ഫിഷ് ലിസാഡ് എന്ന് വിളിക്കാൻ കാരണം ഇതിൻ്റെ ബോഡി സ്ട്രീം ലൈൻഡ് ആണ്. ഫിഷ് ലൈക്ക് അല്ലെങ്കിൽ ഡോൾഫിൻ ലൈക്കാണ്. സൈസ് ഏകദേശം 7 തൊട്ട് 30 ഫീറ്റ് വരെ പോകും. ഇതിൻ്റെ ഫിഗർ നിങ്ങളൊന്ന് നോക്കിയേ. അതിനൊരു ലോങ് ജോസ് ഉണ്ട്, അതിൽ ഷാർപ്പ് ടീത്ത് ഉണ്ട്. ഇതിൻ്റെ ഡോഴ്സൽ ഫിൻ എന്ന് പറയുന്നത് ബാലൻസിങ്ങിന് വേണ്ടി സഹായിക്കുന്നു. ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ ലിംസ് പാഡിൽ ലൈക്കാണ്. ടെയിൽ ബൈലോബ്ഡ് ആണ്. ടെയിലിൻ്റെ ലാറ്ററൽ മൂവ്മെൻറ്റ്സ് ആണ് സ്വിമ്മിങ്ങിന് കൂടുതൽ സഹായിക്കുന്നത്. ആക്റ്റീവ് സ്വിമ്മേഴ്സ് ആണ്. ഗിൽസ് ആബ്സെൻ്റ് ആണ്. റെസ്പിറേറ്ററി ഓർഗൻ എന്ന് പറയുന്നത് ലങ്സ് ആണ്. കൂടുതലായിട്ടും കഴിക്കുന്നത് ഫിഷിനെയും ഒക്ടോപ്പസിനെയൊക്കെയാണ്. വിവിപാരസ് ആണ്, പ്രസവിക്കുകയാണ്. മിസോസോയിക് ഇറായിൽ നന്നായിട്ട് ജീവിച്ചിരുന്ന ഒരു വിഭാഗക്കാരാണിത്. ഇതിൻ്റെ ഫോസിൽ എവിഡൻസ് പറയുന്നത് ഇത് ആദ്യം ഭൂമിയിലെത്തിയത് 245 മില്യൺ ഇയേഴ്സിന് മുമ്പും ഏകദേശം 90 മില്യൺ ഇയേഴ്സിന് മുമ്പ് എക്സ്റ്റിൻറ്റുമായി. അതായത് ഡൈനോസേഴ്സിനും 25 മില്യൺ വർഷം മുമ്പ് എക്സ്റ്റിൻ്റായ ആൾക്കാരാണ് ഈ ഫിഷ് ലിസാഡ്. സബ് ക്ലാസ് ഡയാപ്സിഡ. ഡയാപ്സിഡയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ 2 പെയേഴ്സ് ഓഫ് ടെമ്പറൽ ഫോസയുണ്ട്. സൂപ്രാ ടെമ്പറൽ ഫോസെ, ഇൻഫ്രാ ടെമ്പറൽ ഫോസെ. ഇതിനെ രണ്ടിൻ്റെയും ഇടയ്ക്കായിട്ട് പോസ്റ്റ് ഓർബിറ്റലും സ്ക്വാമോസിലും കാണാം. ഈ ഗ്രൂപ്പിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡൈനോസേഴ്സും ലിസാഡ്സും സ്നേക്സും ക്രോക്കഡൈൽസും ബേർഡ്സും അതിൻ്റെ ആൻസിസ്റ്റേഴ്സും ആണ്. ഈ ഡയാപ്സിഡ എന്നുള്ള സബ് ക്ലാസ്സിനെ 2 ഓർഡേഴ്സായിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്, റിംഗോസിഫാലിയ ആൻഡ് സ്ക്വാമേറ്റ. നിങ്ങൾ ഈ ഡയഗ്രം ഒന്ന് നോക്കിയേ. ഡയഗ്രത്തിൽ ഐ സോക്കറ്റിൻ്റെ പിന്നിലായിട്ട് നിങ്ങൾക്ക് 2 ടെമ്പറൽ ഫോസെ കാണാം. മുകളിലുള്ളത് സൂപ്രാ ടെമ്പറൽ ഫോസെ, താഴെയുള്ളത് ഇൻഫ്രാ ടെമ്പറൽ ഫോസെ. അതിൻ്റെ രണ്ടിനും ഇടയ്ക്കായിട്ട് കാണുന്നത് പോസ്റ്റ് ഓർബിറ്റൽ ആൻഡ് സ്ക്വാമോസലാണ്. ഓർഡർ റിംഗോസിഫാലിയ. ബോഡി ഇലോങ്ങേറ്റ് ആൻഡ് ലിസാഡ് ലൈക്ക്. ബോഡിയെ കവർ ചെയ്ത് ഹോണി എപ്പിഡേമൽ സ്കെയിൽസ് ഉണ്ട്. മിഡ് ഡോർസൽ സർഫസിൽ റോസ് ഓഫ് സ്പൈൻസ് കാണപ്പെടാം. ടീത്ത് അക്രോഡോണ്ടാണ്, അതായത് ജോബോണിലേക്ക് ഡയറക്റ്റ്ലി അറ്റാച്ച്ഡ് ആണ്. വെസ്റ്റീജിയലായിട്ടുള്ള റുഡിമെൻ്ററി ആയിട്ടുള്ള ഒരു മീഡിയൻ തേർഡായി ഹെഡിൻ്റെ മിഡിൽ പോർഷനിലായിട്ട് കാണാം. ടെയിൽ വെൽ ഡെവലപ്ഡും ലാറ്ററലി കംപ്രസ്ഡുമാണ്. വെർട്ടിബ്രെ ആംഫിസിലസ് ആണ്, അതായത് സെൻട്രം ബൈകോൺകേവ് ആണ്. സെൻട്രത്തിൻ്റെ ആൻറ്റീരിയർ ആൻഡ് പോസ്റ്റീരിയർ സർഫസ് കോൺകേവ് ആണ്. ക്ലോയാക്കൽ അപ്പർച്ചർ ഒരു ട്രാൻസ്വേഴ്സ് സ്ലിറ്റ് പോലെയാണ് കാണപ്പെടുന്നത്. കോപ്പുലേറ്ററി ഓർഗൻസ് മെയിൽസിൽ ആബ്സെൻ്റ് ആയിരിക്കും. ഓർഡർ റിംഗോസിഫാലിയയിൽ വരുന്ന ഏക ലിവിങ് റെപ്രസെൻറ്റേറ്റീവാണ് സ്പീനോഡോൺ. സ്പീനോഡോൺ എന്ന് പറയുന്നത് ന്യൂസിലൻഡിൽ കാണപ്പെടുന്ന ബെറോയിങ് നൊക്ടേണലായിട്ടുള്ള ഒരു ലിസാഡാണ്. ടാഗ് 3യിൽ ആക്റ്റീവ് ആകുന്ന ലിസാഡാണ്. സ്കിന്നിൽ സ്കെയിൽസ് ഉണ്ട്. മിഡ് ഡോർസൽ ലൈനിൽ ഒരു സ്പൈനി ക്രസ്റ്റ് ഉണ്ട്. ആ ഫിഗറിൽ ഞാൻ ആ സ്പൈനി ക്രസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ലിസാഡ് ഏകദേശം 2 ഫീറ്റ് വരെ വളരുന്നു. മെയിൽസിൽ കോപ്പുലേറ്ററി ഓർഗൻ ആബ്സെൻ്റ് ആണ്. ഇത് ഏൻഷ്യൻറ്റും എക്സ്റ്റിൻറ്റുമായിട്ടുള്ള പല റെപ്റ്റൈൽസിൻ്റെയും ഫീച്ചേഴ്സ് കാണിക്കുന്ന ഒരു പ്രിമിറ്റീവ് റെപ്റ്റൈലാണ്. സ്പീനോഡോൺ ഇവോൾവ് ചെയ്തിട്ട് ഏകദേശം 200 മില്യൺ ഇയേഴ്സ് ആയെങ്കിലും ഇന്നും പല പ്രിമിറ്റീവായിട്ടുള്ള അനാറ്റമിക്കൽ ഫീച്ചേഴ്സും നിലനിർത്തുന്നത് കൊണ്ട് നമ്മളിതിനെ ഒരു ലിവിങ് ഫോസിലായിട്ടാണ് കരുതുന്നത്.